പഠിക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ്. ക്രിസ്മസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഒരു 95% സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 3 മാർക്കോ 4 മാർക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ നമുക്ക് ഏറ്റവും ഷോർട്ട് ആയിട്ട് ഏറ്റവും കുറഞ്ഞ ടൈമിനുള്ളിൽ ഒന്ന് പഠിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു കൊടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ ഈ വീഡിയോ തന്നെ ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. കാരണം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഇതൊന്നും പഠിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ ഏറ്റവും ഷോർട്ട് ആയിട്ട് എന്താണ് ഇതിലെ മെയിൻ കണ്ടന്റുകൾ എന്നുള്ള ഒരു കാര്യം ഏറ്റവും ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നോക്കുമ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് പീരീഡിൽ ലോങ് ടേമും മീഡിയം ടേമും ഷോർട്ട് ടേമും ഫണ്ട് സോഴ്സുകൾ കാണുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആണെങ്കിൽ ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും കാണുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് ജനറേഷൻ ആണെങ്കിൽ ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ലോങ് ടൈമിലുള്ള ഒരു സാധനങ്ങൾ തന്നെ ആവാം ബോറോഡ് ഫണ്ടിൽ വരുന്നത്, അത് തന്നെ ആവാം എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നത്. അപ്പൊ ബേസിക്കലി നമുക്ക് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഫണ്ട് ഏതൊക്കെയാണെന്നുള്ളത് അതെന്താണ് എന്നതിനെ കുറിച്ചും ഒരു ഐഡിയ വേണം. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ബേസിക്കലി നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം. ഓക്കെ, ഫൈൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫണ്ട് എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഇന്നൊരു ബേസ് ഇന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ എന്താണ് എന്നുള്ള കാര്യം ഇന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം ലോങ് ടൈം സോഴ്സ് ഓഫ് ഫണ്ട്. ലോങ് ടൈം സോഴ്സ് ഓഫ് ഫണ്ടിലോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് വണ്ണാണ് എന്ത് ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെർമനന്റ് ക്യാപിറ്റൽ ആണ്, ലോങ് ടൈമിലേക്കാണ്. ആൻഡ് ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഒന്നും കൊടുക്കണ്ട, അത് വാങ്ങുന്നയാൾ അവിടെ ഓണർ ആയിട്ട് മാറുകയാണ്. ഇക്വിറ്റി ഷെയർ വാങ്ങുന്ന ആള് ബിസിനസിന്റെ ഓണർ ആയിട്ട് മാറുകയാണ്. അവിടെ അദ്ദേഹത്തിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് ഒന്നും കൊടുക്കുന്ന പ്രോഫിറ്റിന്റെ ഒരു പാർട്ടാണ് നമ്മളോട് കൊടുക്കുന്നത്. അത്രയുമാണ് നിങ്ങൾ ഇക്വിറ്റി ഷെയറിനെ കുറിച്ച് പഠിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഷെയർ വിത്ത് ഫിക്സഡ് ഡിവിഡൻഡ്, എന്ത് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് ആണ് എല്ലാം അതിലും കൊടുക്കുന്നത്. ഇക്വിറ്റി ഷെയറിനേക്കാൾ ബെനിഫിറ്റ് എന്താണ്, ആ ഒരു ചോദ്യം അവിടെ ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് ഇക്വിറ്റി ഷെയറിനേക്കാൾ ബെറ്റർ ആയിട്ട് പ്രിഫറൻസ് ഷെയർ പറയുന്നത്? ഒന്നാമത്തെ കാര്യം റിസ്ക് എലമെന്റ് കുറവാണ്. ആൻഡ് ദെൻ അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ, ഒരു കമ്പനി പിരിച്ചു വിടുന്ന ടൈമിൽ ആദ്യമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡർകാർക്കുള്ള എമൗണ്ട് കൊടുത്ത ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡർകാർക്കുള്ള എമൗണ്ട് കൊടുക്കുള്ളൂ. അപ്പൊ അതാണ് പറഞ്ഞത്, പ്രയോറിറ്റി ഓവർ ഇക്വിറ്റി ഷെയർ ഇൻ റീപേയ്മെന്റ്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡറെക്കാളും പ്രയോറിറ്റി അവർക്കുണ്ട് എവിടെ, റീപേയ്മെന്റിന്റെ ടൈമിൽ. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ പഠിച്ചു. നെക്സ്റ്റ് ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ലോങ് ടൈമിലേക്കുള്ളൊരു നമ്മൾ ഫണ്ട്, ബോറോഡ് ഫണ്ടാണ്. ലോങ് ടൈമിലേക്കുള്ള ഒരു ഫണ്ടിങ് സോഴ്സ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. കടപ്പത്രം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. കമ്പനി പ്രോമിസ് ടു റീപേ വിത്ത് ഇൻട്രസ്റ്റ്, അല്ലെ, നമ്മൾ ഡിബെഞ്ചേഴ്സ് വഴി നമ്മൾ പൈസ സ്വീകരിച്ചാൽ എല്ലാ മാസം അവിടെ കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ വേർഡ് പഠിക്കണം. റിട്ടേൺ ഇവിടെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. പ്രിഫറൻസ് ഷെയറിന് കൊടുക്കുന്നത് നമ്മൾ ഡിവിഡൻഡ് ആണ്. കൊടുക്കുന്ന റിട്ടേൺ പറയുന്ന പേര് ഡിവിഡൻഡ് എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് റീടേൺഡ് ഏർണിങ്സ്. റീടേൺഡ് ഏർണിങ്സ് എന്ന് വെച്ചാൽ ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് തന്നെ നമ്മൾ വീണ്ടും ബിസിനസ് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, പ്രോഫിറ്റ് കെപ്റ്റ് ഇൻ ദ ബിസിനസ് ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് പകരം നമ്മൾ ആ പ്രോഫിറ്റ് ബിസിനസ്സിൽ വീണ്ടും യൂസ് ചെയ്യുന്നു. അതിനെയാണ് റീടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇതിന് പറഞ്ഞ മറ്റൊരു പേരെന്താണ്, അറിയാവുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഫൈൻ. അടുത്ത ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ലോൺസ്, അവിടെ എന്താണ് ചെയ്യുന്നത്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലാർജ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടുകൾ സ്വീകരിക്കുന്നു. അത് ലോങ് ടൈമിലേക്കാണ് കേട്ടോ. ഫൈൻ. ഇനി ലോൺസ് ഫ്രം ബാങ്ക്, നമുക്കറിയാം ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മെഷീനറി അങ്ങനെയുള്ള കാര്യങ്ങൾ, ബിൽഡിങ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ദ ബിസിനസ്, അതിനൊക്കെ വേണ്ടിയിട്ട് ലോങ് ടൈമിലേക്ക് നമ്മൾ ബാങ്കിൽ നിന്ന് ലോണുകൾ എടുക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ അതാണ് ലോങ് ടൈം സോഴ്സസ് ഓഫ് ഫണ്ട്. ഇനി മീഡിയം ടൈമിലേക്ക് വരുമ്പോൾ സെയിം കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ലോൺസ് ഫ്രം ദ ബാങ്ക് എന്താണ് നമ്മൾ പറഞ്ഞു, ലോൺ നമുക്ക് ലോങ് ടൈമും മീഡിയം ടൈമും ഷോർട്ട് ടൈമിലൊക്കെ കിട്ടും കേട്ടോ, ബാങ്കിൽ നിന്നുള്ള ലോണുകൾ. നെക്സ്റ്റ് പബ്ലിക് ഡിപ്പോസിറ്റ്. എന്താണ് പബ്ലിക് ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ ആ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് നമ്മൾ പബ്ലിക്കിൽ നിന്ന്, പബ്ലിക് എന്ന് വെച്ചാൽ ജനങ്ങളിൽ നിന്ന് ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുകയാണ്. ആൻഡ് ദെൻ ഇൻ റിട്ടേൺ നമ്മൾ എന്ത് കൊടുക്കും, അവിടെ ഇൻട്രസ്റ്റ് നമ്മൾ അവിടെ കൊടുക്കും. ഓക്കെ, ഫൈൻ. ദെൻ ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൾറെഡി നമ്മൾ പറഞ്ഞു മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ഫണ്ടുകൾ മീഡിയം ടേം പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫണ്ടുകൾ എടുക്കും. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. അടുത്ത ലീസ് ഫിനാൻസിങ്. ലീസ് ഫിനാൻസിങ് എന്ന് വെച്ചാൽ എന്താ, യൂസിങ് അസറ്റ്സ് ലൈക്ക് മെഷീനറി വിത്തൗട്ട് ഓവിങ് ദം റെന്റ് ഈസ് പെയ്ഡ് റെഗുലർലി. ഓക്കെ, ഇവിടെ എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്,
ലീസ് ഫിനാൻസിങ്ങിലോട്ട് വരുന്ന ടൈമിൽ എന്ത് കാര്യമാണ് നമ്മളിവിടെ ചെയ്തത്? നമ്മൾ കടമായിട്ട് സാധനങ്ങൾ എടുക്കുക, മെഷീനറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിൽഡിംഗ് ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കടമായിട്ട് എടുക്കുന്നതിനാണ് ലീസ് ഫിനാൻസിങ്. അതുകൊണ്ട് എല്ലാ മാസവും നമ്മളിവിടെ എന്തെടുക്കും, വാടകയ്ക്ക് എടുക്കുക. The term is that. അങ്ങനെയെങ്കിൽ എല്ലാ മാസവും നമ്മൾ എന്താണ് കൊടുക്കുന്നത്, റെന്റ് റെഗുലർലി നമ്മൾ അടയ്ക്കും. അതാണ് ലീസ് ഫിനാൻസിങ്. അതൊക്കെ ഒരു മീഡിയം ടൈമിലേക്ക്, ഒരു 10 വർഷത്തെ നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നെങ്കിലും ഇല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ്. പക്ഷെ 1 വർഷത്തിൽ കൂടുതലുള്ള ഒരു കാലാവധിയിലേക്കായിരിക്കും എടുക്കുന്നത്. അപ്പൊ മീഡിയം ടൈം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള കാലാവധി. ഇനി ഷോർട്ട് ടൈം ഫണ്ട് സോഴ്സിലോട്ട് വരുമ്പോൾ ഒന്നാമത്തെ ട്രേഡ് ക്രെഡിറ്റ്. എന്താണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ, സപ്ലയറിനെ എടുത്തു നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. നമ്മൾ ബിസിനസ്സിൽ അത്യാവശ്യം പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ, നമുക്ക് പ്രോഫിറ്റ് ആയി കഴിയുമ്പോൾ നമ്മളത് പൈസ തിരിച്ചു, അല്ലേ, നമ്മൾ സാധനങ്ങൾ എടുക്കുന്നു, വിൽക്കുന്നു, വിറ്റ് പ്രോഫിറ്റ് ആയി കഴിയുമ്പോൾ ആ പൈസ തിരിച്ചടയ്ക്കണം. ഓക്കെ, സോ അതാണ് ട്രേഡ് ക്രെഡിറ്റ് അലോഡ് ബൈ സപ്ലയർ. പേയ്മെന്റ് ക്യാൻ ബി മെയ്ഡ് ലേറ്റർ. പേയ്മെന്റ് എന്ത് ചെയ്യാം, പിന്നീട് അടച്ചാൽ മതി. ഓക്കെ, ഫൈൻ. അപ്പൊ അടുത്തൊരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഫാക്ടറിങ്ങിലോട്ട് വരുന്ന സമയത്ത് സെല്ലിംഗ് അക്കൗണ്ട് റിസീവബിൾ ടു ദ ഫിനാൻഷ്യൽ ഏജൻസി ഫോർ ഇമ്മീഡിയറ്റ് ക്യാഷ്, അല്ലെ. അതായത് നമുക്ക് പെട്ടെന്ന് പൈസയുടെ ആവശ്യമുണ്ട്, നമുക്ക് കുറച്ച് ആളുകൾ പൈസ തരാനായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു ഫാക്ടറിനെ കണ്ടിട്ട് ഫാക്ടറെ ഏൽപ്പിക്കുകയാണ്. നമുക്ക് കിട്ടാനുള്ള റിസീവബിൾസ് അവരെ ഏൽപ്പിക്കുന്നത് ഏതെങ്കിലും ബാങ്കുകാരായിരിക്കും. അപ്പൊ അവര് നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് വേണ്ട പൈസ തരുന്നു. എന്നിട്ട് നമുക്ക് പൈസ തരാനുള്ളവർ എടുത്തുനിന്ന് ഇവര് ഈ നമ്മൾ ഏൽപ്പിച്ച ഫാക്ടറി പോയിട്ട് പൈസ കളക്ട് ചെയ്തു. അതിനാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഫാക്ടറിങ്ങിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങുന്നത്. സോ സെല്ലിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ ടു ഫിനാൻഷ്യൽ ഏജൻസി ഫോർ ഇമ്മീഡിയറ്റ് ക്യാഷ്. നെക്സ്റ്റ് ആണ് ബാങ്ക് ലോൺസ് ആൻഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇതിലോട്ട് വരുമ്പോൾ ഷോർട്ട് ടൈം ബോറോയിങ്സ് ടു മീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്. അല്ലെ, എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ, അല്ലെ, നമ്മുടെ അക്കൗണ്ട് ഓൾറെഡി ഉള്ളതിനേക്കാൾ എക്സ്ട്രാ ക്യാഷ് നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കും. നെക്സ്റ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പറിലോട്ട് വരുന്ന സമയത്ത് ഷോർട്ട് ടൈം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ ലാർജ് കമ്പനീസ് ടു റേസ് ദ ഫണ്ട്. ഓക്കെ, ഫണ്ടുകളെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ പേപ്പർ, ഷോർട്ട് ടൈം ഫണ്ട് സോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. എക്സാമിന് റിപ്പീറ്റ് ആയി ചോദിക്കാറുണ്ട്. ഒരു 90 days to 364 daysലേക്ക് 365 daysലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫണ്ടുകൾ വാങ്ങുന്നു. ചില കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് എക്സസ് ആയിട്ടുള്ള ഫണ്ടുകൾ അവർ കൊമേഴ്ഷ്യൽ പേപ്പർ വഴി മറ്റു കമ്പനികൾക്ക് അവർ കൊടുക്കുന്നു. ആൻഡ് ദെൻ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ അവർ തിരിച്ചു വാങ്ങും. ഓക്കെ, ഫൈൻ. ഇനി ബോറോ, ഇത്രയുമാണ് ഷോർട്ട് ടൈം, ലോങ് ടൈം ആൻഡ് മീഡിയം സെയിൽസ് കണ്ടത്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുമ്പോൾ ബോറോഡ് ഫണ്ട് എന്താണ് ബോറോഡ് ഫണ്ടിൽ ഏതാണ് വരുന്നത്? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ ഡിബഞ്ചേഴ്സ് ആണ്. നമുക്ക് സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പം നിങ്ങൾ ബേസിക്കലി ഒരു കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ കാര്യങ്ങളോ, അല്ലെ, ഏതിന്റെ കീഴിലാണ് ഇത് വരുന്നതെന്നൊരു ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. എക്സ്പ്ലനേഷൻ സെയിം തന്നെയാണ്, അല്ലെ. ഡിബഞ്ചർ എന്താ നമ്മൾ കണ്ടു, വിത്ത് ഇൻട്രസ്റ്റ് അടച്ചോളാം എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്നതാണ് ഡിബഞ്ചേഴ്സ്. കടപ്പത്രം. ലോൺസ് ഫ്രം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ലോൺ എടുക്കുന്ന. പബ്ലിക് ഡിപ്പോസിറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, പബ്ലിക്കിൽ നിന്ന് നമ്മൾ ആ ഫണ്ട് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു സ്പെസിഫിക് പീരീഡിലേക്ക്. ലീസ് ഫിനാൻസിങ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാടകയ്ക്ക് എടുക്കുന്നു. അതാണ് ലീസ് ഫിനാൻസിങ്. വിത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റെന്റ് നമ്മളിവിടെ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള കൊമേഴ്ഷ്യൽ പേപ്പർ, അത് ഷോർട്ട് ടൈമിലേക്ക് വേണ്ടി നമ്മൾ കിടക്കുന്നത്. ഇതെല്ലാം ബോറോഡ് ഫണ്ട്. നമ്മൾ മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്നതിനാണ് ബോറോഡ് ഫണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫൈൻ. പിന്നെയുള്ള ഓണേഴ്സ് ഫണ്ടാണ്. അതെന്താണ് ഇതിനെ നമ്മൾ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ റിട്ടേൺ ഏർണിങ്സ് ആയിരിക്കണം ഓണേഴ്സ് ഫണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ക്ലാസിഫിക്കേഷനിൽ കണ്ട കാര്യങ്ങളാണ്. ഇക്വിറ്റി ഷെയറും റിട്ടേൺ ഏർണിങ്സുമാണ് നമുക്ക് എവിടെ വരുന്നത്, നമുക്ക് ഓണേഴ്സ് ഫണ്ടിൽ വരുന്നത്. ബാക്കി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ബോറോഡ് ഫണ്ടിൽ വരുന്നത്. ഓക്കെ, സെയിം കാര്യങ്ങൾ തന്നെയാണ് പല സ്ഥലങ്ങളിൽ വരുന്നത്. അപ്പൊ ബേസിക്കലി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ ഈസിയാണ്. കുറെ കാര്യങ്ങൾ ഉള്ള പോലെ തോന്നും, പക്ഷെ ഒരേ കാര്യം റിപ്പീറ്റ് ആയിട്ട് വരികയാണ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ആണ് ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും. ഇന്റേണൽ സോഴ്സിലോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് റേസ്ഡ് ഫ്രം ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, ഓണറിൽ നിന്ന് നമ്മൾ ഫണ്ട് റിസീവ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടിലെ ഇക്വിറ്റി ഷെയർ, അല്ലെ, ഓണർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ എന്ന് നമ്മൾ പറയുന്നത്. അല്ലെ, ഓണർ തന്നെ, അല്ലെങ്കിൽ ആ ഇക്വിറ്റി ഷെയർ വാങ്ങുന്നതിലൂടെ അയാൾക്ക് ബിസിനസ്സിന്റെ ഓണർഷിപ്പ് അവിടെ കിട്ടുകയാണ്. നെക്സ്റ്റ് ആണ് റീറ്റേൺ ഏർണിങ്സ്. റീറ്റേൺ ഏർണിങ്സിലോട്ട് വരുന്ന സമയത്ത് പ്രോഫിറ്റ് ഈസ് റീഇൻവെസ്റ്റഡ്, നോ റീപേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അല്ലെ, റീപേയ്മെന്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അവിടെ കൊടുക്കേണ്ട വരുന്നില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റീറ്റേൺ ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ സോഴ്സിനകത്ത് വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ലോങ് ടൈം ലോൺസ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ലോണുകൾ എടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ലോൺസ് ഫ്രം ബാങ്കിൽ നിന്ന് നമ്മൾ ലോണുകൾ എടുക്കുന്നു.
അതൊരു ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫണ്ടാണ്, എക്സ്റ്റേണൽ സോഴ്സ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ പ്രിഫറൻസ് ഷെയർ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡുകൾ പേ ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്നതാണ് പ്രിഫറൻസ് ഷെയർ. നെക്സ്റ്റ് ആണ് പബ്ലിക് ഡിപ്പോസിറ്റ്. നമ്മൾ പബ്ലിക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ഫണ്ടുകളെ അട്രാക്ട് ചെയ്യുന്നു, അതാണ് പബ്ലിക് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിബഞ്ചേഴ്സ് കൊണ്ട് കടപ്പത്രമാണ്. ലീസ് ഫിനാൻസ് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന കാര്യങ്ങൾ. കൊമേഴ്ഷ്യൽ പേപ്പർ ഷോർട്ട് ടൈം ആണ്, പക്ഷെ നമ്മൾ മറ്റൊരാൾ ഇപ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് ആണ്. ട്രേഡ് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലയറിൽ നിന്ന് കടമാണ്. ഫാക്ടറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ റിസീവബിൾസ്, നമുക്ക് കിട്ടാനുള്ള റിസീവബിൾസ് കൊടുത്തുകൊണ്ട് മൂന്നാമതൊരു പാർട്ടി നമുക്ക് പൈസ തരുന്നു, എന്നിട്ട് നമുക്ക് പൈസ തരാനുള്ളവരിൽ നിന്ന് ഇവർ കളക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടിൽ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അല്ലെ. എക്സ്റ്റേണൽ കമ്പനിക്ക് പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഫണ്ടുകളാണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ളത്. സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം ചാപ്റ്റർ കാണുമ്പോൾ കുറെ അധികം കാര്യങ്ങളും ഈ ഒരു ഫ്ലോ ചാർട്ട് കാണുമ്പോൾ ഇത്രയും പഠിക്കണോ എന്നൊക്കെ തോന്നിയാൽ നിങ്ങൾ മനസ്സിലാക്കുക റിപ്പീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ബേസിക്കലി അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന് കൂടുതലായിട്ട് ഈ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടൊക്കെ പലതവണ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയാൽ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് തന്നെ എഴുതാനായിട്ട് വരും. നിങ്ങൾ ഒരു തവണ വായിച്ച് എന്താണെന്നുള്ള കാണാതെ പഠിക്കുക, അല്ല ലോജിക്കോടുകൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ, വലിയൊരു ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററോടെ പഠിച്ച് സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ ബൈ.